താടിയും പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോക്ക് തിരുവനന്തപുരം തൈക്കാട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ മരണത്തെ പറ്റിയാണ്. ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥ മൂലം മാത്രമാണ് ആ അമ്മയ്ക്ക്, ആ കുടുംബത്തിന്, ആ കുഞ്ഞിന് നഷ്ടപ്പെട്ടത്. ജീവൻ്റെ തുടിപ്പ് വയറ്റിൽ സ്റ്റാർട്ട് ചെയ്ത അപ്പം മുതൽ 9 മാസം ആ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് ആ കുഞ്ഞിൻ്റെ ചവിട്ടും അനക്കവും എല്ലാം മനസ്സിലും അറിഞ്ഞ് കണ്ട് സ്വപ്നങ്ങൾ നെയ്ത് ആ കുഞ്ഞിന് പുറത്ത് വരുന്ന ആ കുഞ്ഞിനെ പ്രതീക്ഷിച്ച് 9 മാസത്തോളം എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാലോ ബേബി പുറത്ത് വരുന്ന സമയമാണ്. അപ്പോൾ അത്രത്തോളമായ ഒരു കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് വയറ്റിൽ ചലനമില്ലാത്ത ഒരു സംശയം തോന്നി കുഞ്ഞിനെയും കൊണ്ട് ഈ തിരുവനന്തപുരത്തെ തൈക്കാട്ട് ഹോസ്പിറ്റലിലെത്തിയ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഹോസ്പിറ്റൽക്കാർ അവരോട് പറഞ്ഞത് അത് കുഴപ്പമില്ല, കുഞ്ഞ് ഉറങ്ങാണ് എന്ന് പറഞ്ഞ് കളിയാക്കി വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ചലനമില്ല, കുറച്ച് സമയമായിട്ട് അനക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കുട്ടി ഉറങ്ങാണ്, നിങ്ങൾ കുട്ടീനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ കളിയാക്കി പറഞ്ഞ് അവരെ അവിടെ അഡ്മിറ്റ് ആക്കാനോ അല്ലെങ്കിൽ മറ്റു പരിശോധനയ്ക്ക് വിധേയമാക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ചികിത്സ കൊടുക്കാനോ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്ത് കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് ജീവനോടെ കൈ കാലടിച്ചിട്ട് അച്ഛനമ്മയ്ക്കൊപ്പം ഉണ്ടായേനെ. ആദ്യം ആ അമ്മയുടെ വാക്കുകളിലേക്ക് പോകാം. ഹോസ്പിറ്റലിൽ അന്ന് എന്താണ് ഉണ്ടായതെന്ന് നോക്കാം. ഞങ്ങൾ ഈ കേസുമായിട്ട് മുൻപോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. എനിക്ക് ചികിത്സ നിഷേധിച്ചതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ 16-ാം തീയതി ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയപ്പോൾ അന്ന് തന്നെ അവർ സ്കാനിങ്ങിൽ തകരാറ് കണ്ടിട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ പുറത്തെടുത്തായിരുന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നേനെ. ആരോഗ്യമന്ത്രി അവരും മാഡവും ഒരു സ്ത്രീയല്ലേ, അവർക്കും അറിയാൻ പറ്റും ഒരു അമ്മയുടെ വേദന എന്താണെന്ന്. 9 മാസം വരെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിട്ട് ആ കുഞ്ഞില്ലാതെ വീട്ടിൽ പോകേണ്ടി വരുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ഡോക്ടറിന് ഞങ്ങളോട് ചെയ്ത ഒരു ക്രൂരത തന്നെയാണ്. ഈ 9 മാസം ഒരു കുഞ്ഞിനെ ഇത്രയും ഒരു വയറ്റിൽ നിന്നിട്ട് പുറത്ത് ജീവനോടില്ല എന്നുള്ള ഉള്ളിൽ നമ്മളെ കുഞ്ഞിൻ്റെ എല്ലാതും ഒരമ്മയായതുകൊണ്ട് തന്നെ എനിക്കറിയാം. പിന്നെ ഹോസ്പിറ്റലിൽ പോയി ആ കൊച്ചുമായിട്ട് പിന്നെ തിരിച്ചു വരുന്നത് വെയിറ്റ് ചെയ്തിട്ടാണ് വീട്ടുകാരിരിക്കുക. പക്ഷെ തിരിച്ച് കുഞ്ഞില്ലാതെ അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചു പോയി കുഞ്ഞിൻ്റെ ജീവനില്ലാത്ത ഒരു ശരീരം കാണേണ്ട ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. അപ്പോൾ ആ അമ്മയുടെ വേദന, അവരുടെ വീട്ടുകാരുടെ വേദന നമുക്കറിയാം. അങ്ങനെ ഇത് ഹോസ്പിറ്റലുകാരുടെ അനാസ്ഥ മൂലമാണ് സംഭവിച്ചത്. അവിടെ ചെന്ന് സ്കാനിങ്ങിൽ തകരാറ് കണ്ടപ്പോഴെങ്കിലും അവിടെ അഡ്മിറ്റ് ചെയ്തെങ്കിൽ ആ കുഞ്ഞ് ജീവനോട് ഉണ്ടായിരുന്നെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. പിന്നീട് കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടും ഈ കുഞ്ഞിനെ ബോഡി ഇവർക്ക് കൊടുക്കണില്ല. അവിടെ അവർ ആരുടെ അനാസ്ഥ മൂലമാണ് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എന്തൊക്കെ അവർ ഒളിക്കാനോ അവരെയൊക്കെ സംരക്ഷിക്കാനോ എന്ന ഭാവന അവിടെ ഈ 4 ദിവസമായിട്ടും ഒരു കുഞ്ഞ് മരിച്ചിട്ട് വയറ്റിൽ വെച്ചിട്ട് മരിച്ചിട്ട് അതിൻ്റെ ബോഡി അവിടെ എടുത്തിട്ട് ഈ വീട്ടുകാർക്ക് അതിൻ്റെ ബോഡി ജീവനോടെയോ കാണിച്ചു കൊടുത്തില്ല. ജീവനില്ലാതെങ്കിലും അവർക്ക് 4 ദിവസമായിട്ടും കൊടുത്തില്ല. മനഃപൂർവ്വം അവർ വൈകിക്കുന്നു. ഈ ആസ്പത്രിക്കാർക്കെതിരെ കേസ് കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ മറ്റാരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ മനഃപൂർവ്വം വൈകിക്കുകയാണ്. പത്തോളജിക്കൽ വിഭാഗത്തിലെ പരിശോധനയ്ക്ക് ശേഷം കുഞ്ഞിനെ തരണം എന്ന ആവശ്യം ഇവരുന്നയിച്ചത് കൊണ്ട് മനഃപൂർവ്വം 4 ദിവസമായിട്ടും വയറ്റിൽ വെച്ച് കിടന്നൊരു കുഞ്ഞിൻ്റെ ബോഡി കൊടുക്കാതിരിക്കുക. അതിനെ പ്രതിഷേധിച്ച് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഒരു ചെറിയൊരു ശവപ്പെട്ടിയുമായി ഈ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രതിഷേധവുമായി ഇരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. കുട്ടി മരണപ്പെട്ട് ഇത്രയും മണിക്കൂർ, ഇത്രയും ദിവസങ്ങളായി, ഇതുവരെ നമുക്ക് കുട്ടിയുടെ ബോഡി നമുക്ക് വിട്ടു കിട്ടിയിട്ടില്ല. കുട്ടി 17-ാം തീയതി മരണപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചു. 17-ാം തീയതി തന്നെ തൈക്കാട് ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെട്ടിരിക്കുന്നത്. കുട്ടിയെ ഇവിടെ SITയിലേക്ക് കൊണ്ടുവന്നു. അന്നേ ദിവസം ചെയ്തില്ല. പിറ്റേ ദിവസം 18-ാം തീയതിയാണ് കുട്ടിയെ പുറത്തെടുത്തത്, മരിച്ച കുട്ടിയെ പുറത്തെടുത്തിട്ട് ഈ ഇത്രയും നേരം വരെയും നമുക്ക് കുട്ടിയെ വിട്ടുകിട്ടിയിട്ടില്ല. അപ്പം ഈ സ്വാഭാവികമായിട്ടും പരാതി ഉള്ളതിനാൽ ഫോറൻസിക് ഓട്ടോപ്സിയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായിട്ടുള്ള രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇന്നലെ നമുക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ
പോസ്റ്റ്മോർട്ടം അല്ല ഈ ഓട്ടോപ്സി നടപടികൾ പൂർത്തിയാക്കി കുട്ടിയുടെ ബോഡി നമുക്ക് വിട്ടുതരുമെന്ന് പറയാം. പക്ഷേ ഈ നേരം വരെ കൊണ്ടുവന്നില്ല, നമുക്ക് കുട്ടിയുടെ ബോഡി കിട്ടിയിട്ടില്ല. പിന്നെ പ്രതിഷേധിച്ചാൽ മാത്രമാണ് കുട്ടിയുടെ ബോഡി പോലും മോർച്ചറിയിലേക്ക് കൊണ്ടുവരാൻ അവർ തയ്യാറായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ഈ പ്രതിഷേധത്തിന് മുമ്പ് വരെ മോർച്ചറി കൊണ്ടുവരാതെ മൃതദേഹം കുഞ്ഞിന്റെ ഡെഡ് ബോഡി ഇവിടെ വെച്ചിരിക്കുകയായിരുന്നോ? അതെ, തീർച്ചയായിട്ടും. ബോഡിയെ ഈ പ്രതിഷേധിച്ചപ്പോൾ മാത്രമാണ് ഒരു കുട്ടിയുടെ ബോഡി മോർച്ചറിയിലേക്ക് എത്തിക്കാൻ തയ്യാറായത്. ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് നിലവിൽ അറിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പത്തോളജിക്കൽ ഓട്ടോപ്സി വൈകിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ആരോപിക്കാനുള്ള കാരണം എന്താണ്? കാരണം എന്തെങ്കിലും ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെന്നുള്ള ആരോപണമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ സംശയമില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംശയിക്കുന്നത്. ആർക്കൊക്കെ എന്തൊക്കെ ബാഹ്യശക്തികളുടെ ഒരു പ്രഷർ എന്തായാലും ഇവിടെ ചെലുത്തുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ ഒരു കുട്ടിയെ ഇങ്ങനെ ഇട്ട് വൈകിപ്പിക്കേണ്ട, എന്തിനാണ് ഇത്രയും മരണപ്പെട്ട് ഇത്രയും ദിവസങ്ങളായ ഒരു കുട്ടിയെ എന്തിനാണ് നമുക്ക് വിട്ടുകിട്ടാത്തത്? ഇപ്പോൾ നിങ്ങൾക്ക് ഈ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഇതിൽ ഇടപെട്ടോ? ആരോഗ്യമന്ത്രി ഇതുവരെ ഇടപെട്ടിട്ടില്ല. നമ്മൾ പരാതി കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഇതുവരെ അതിനെപ്പറ്റി ചോദിക്കുകയാരെങ്കിലും തിരക്കുകയൊന്നും ചെയ്തിട്ടില്ല. നിഷാദ്, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഒരു കുഞ്ഞൊരു ശവപ്പെട്ടിയുമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുമ്പിലെ മോർച്ചറിക്ക് മുമ്പിൽ കുത്തിയിരിക്കുകയാണ്. ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം തുടങ്ങുന്നതിന് മുമ്പ് വരെ പോലും കുഞ്ഞിന്റെ മൃതദേഹം പത്തോളജിക്കൽ ഓട്ടോപ്സിക്കായിട്ട് മാറ്റാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായിരുന്നില്ല. മനഃപൂർവ്വം വൈകിപ്പിക്കുകയായിരുന്നു. മറ്റു ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ വൈകിപ്പിച്ചതെന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ ആരോപിക്കുന്നത് ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? കാര്യം കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അതിനു മുമ്പുള്ള സ്കാനിങ്ങിലൊന്നും കുട്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. കുട്ടി ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു, വളർച്ചയുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. 16-ാം തീയതി ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിനെ ചെറിയൊരു നീർക്കെട്ട് പോലെ കണ്ടതാണ്. അപ്പോൾ തന്നെ വേണമെങ്കിൽ കുഞ്ഞിനെ നമുക്ക് എടുക്കാമായിരുന്നു. കാര്യം 4-ാം തീയതി സിസേറിയൻ പറഞ്ഞിരുന്നായിരുന്നു നമുക്ക്. അപ്പോൾ എടുത്തിട്ട് കുഞ്ഞിനെ നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പിറ്റേന്ന് ഒരു സ്കാനിങ്ങും കൂടെ ചെയ്ത് നോക്കാം, നിങ്ങൾ അനസ്തേഷ്യ ഡോക്ടറെ വീട്ടിൽ പോയി കാണേണ്ട വിധം കാണണമെന്നൊക്കെ പറഞ്ഞ് നമ്മളമായിട്ടൊക്കെ അയച്ചു. പിന്നെ അന്ന് രാത്രി തന്നെ വീണ്ടും ഇവർക്ക് കുഞ്ഞിന് അനക്കമില്ലെന്ന് അവൾ പറയുകയും പിന്നെ ഇവിടെ വീണ്ടും തൈക്കാട് ഹോസ്പിറ്റലിൽ അന്ന് രാത്രി വീണ്ടും വരുന്നു. അപ്പം പറഞ്ഞു കുഞ്ഞു ഉറങ്ങുകയാണ്, നിങ്ങൾ മുമ്പൊന്ന് പ്രസവിച്ച സ്ത്രീയല്ലേ, അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ കുഞ്ഞു ഉറങ്ങുകയാണ്, നിങ്ങൾ കുഞ്ഞിനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കി തിരിച്ച് മടക്കി അയച്ചു. പക്ഷേ ഇതിന് ശേഷം ഇത്രയും വാർത്തയായിട്ടും ഈ കുഞ്ഞു മരിച്ചു പറഞ്ഞിട്ടും തൈക്കാട് ആശുപത്രി ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ളൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അവർ നമ്മളെ പിന്നെ തിരിച്ച് വിളിക്കെടുക്കുകയും ചെയ്യാം. ഞങ്ങൾ കുഞ്ഞിനെ അതിനുശേഷം 17-ാം തീയതി വന്ന് സ്വകാര്യ ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കുഞ്ഞിന് ഹാർട്ട് ബീറ്റില്ലെന്നും കുഞ്ഞ് മരിച്ചതായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ നമ്മൾ ഈ സ്കാനിങ് റിപ്പോർട്ട് വീണ്ടും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുട്ടി ഇതാണൊക്കെ മരണപ്പെട്ടു പോയി, നിങ്ങൾ SIT-ലോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അപ്പോൾ SIT-ലോട്ട് കൊണ്ടുപോയിട്ട് ഇവളുടെ സിസേറിയൻ വീണ്ടും വൈകിപ്പിച്ചപ്പോൾ നമ്മൾ ഈ ഡോക്ടറെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, മരിച്ച കുട്ടി വയറ്റിൽ കിടക്കുന്നതുകൊണ്ട് അവൾക്കൊന്നും ഒരു 2 ആഴ്ചയോളം കിടന്നാലും ഗർഭിണിക്കൊന്നും സംഭവിക്കില്ല എന്നാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. ഉത്തരവാദപരമായിട്ടുള്ള രീതിയിലുള്ള സമീപനമായിരുന്നു അല്ലേ ഡോക്ടറുടെ ഭാഗത്തുണ്ടായത്? അതെ, തീർച്ചയായിട്ടും. ഡോക്ടർമാരുടെ വീഴ്ച തന്നെയാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു മരണം സംഭവിക്കാനുള്ള കാരണം. മുമ്പോട്ട് എന്താണ് ആലോചിക്കുന്നത് നിങ്ങൾ? തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. കാര്യം ഇതിനകത്ത് ഒരുപാട് ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ സംരക്ഷിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നായിട്ട് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ തന്നെ ഞാൻ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അറിയിക്കുന്നത്. ജീവനോടെ ഈ കുഞ്ഞിനെ അവിടെ ബോഡി അനക്കല്ല എന്ന് വീട്ടുകാർ പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് അതിനെ ഈ പറയുന്ന സ്കാനിങ് ചെയ്ത് അതിൽ എന്തോ തകരാറ് കണ്ടപ്പോൾ തന്നെ നീർക്കെട്ട് കണ്ടു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പുറത്തെടുക്കുകയാണ് വേറെ ആരായാലും ചെയ്യുക. ആ കുഞ്ഞിനെ എത്രയും വേഗം സിസേറിയൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എങ്കിൽ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിന്. അത് അവർ ചെയ്തില്ല. ജീവൻ ഇല്ലാതെ ഈ വീട്ടുകാർക്ക് 4 ദിവസമായിട്ട് കൊടുത്തില്ല. മനഃപൂർവ്വം വൈകിക്കുകയാണ് അവർ. കാരണം ഇവർ പ്രതിഷേധിക്കുകയും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നേരെയുള്ളത് കൊണ്ട് മനഃപൂർവ്വം പ്രതിഷേധിക്കും. അതുപോലെ ഈ പറയുന്ന ഈ പത്തോളജിക്കൽ വിഭാഗത്തിലെ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ള ഇവരുടെ ഒരു വാശിയും ഒക്കെ പറഞ്ഞതുകൊണ്ട് പേരിലൊക്കെ ആവും. എന്തായാലും അവസാനം ആ കുഞ്ഞിൻ്റെ മൃതദേഹം ആ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു വീഡിയോൻ്റെ കാഴ്ച നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. അത്രയും നമുക്ക് വിഷമമുണ്ടാവും. കാരണം 9 മാസമായൊരു ഉണ്ണി, 5 മാസം 6 മാസം 7 മാസമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ ഉണ്ണിയോള് കറക്റ്റ് ഒരു ഇതായിട്ടുണ്ട്. ഡെലിവറി നേരത്തെ ഡെലിവറി ആവുന്നവർക്കൊക്കെ ബേബി ആയിട്ടുണ്ട്. അപ്പോൾ 9 മാസം എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് എങ്ങനെയാണ് കിട്ടുന്ന ആ രൂപത്തിലുള്ള ഒരു ബേബി ആയിരുന്നു അല്ലേ. അവരൊന്നും അതിനൊന്ന് സിസേറിയൻ ചെയ്തെടുത്തെങ്കിൽ ആ ബേബി ഇന്ന് അവരൊക്കെ ഒപ്പം ആ കൈകാലടിച്ച് ചെറിയ കൊച്ചു കൈയായിട്ട് എന്താ പറയുക കളിച്ചും ചിരിച്ചിരിക്കേണ്ട ആ ഉണ്ണീൻ്റെ ജീവനറ്റ ഒരു ബോഡിയായിട്ട് അങ്ങേയറ്റം കണ്ണീരോടെ അല്ലാതെ നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റില്ല. അവസാനം ഈ പറയുന്ന പത്തോളജിക്കൽ പരിശോധനയ്ക്ക് ശേഷം ആ ആൺകുഞ്ഞായിരുന്നു. ആ ആൺകുഞ്ഞിൻ്റെ ഡെഡ് ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി. ആ ഒരു വീഡിയോ
ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് സഹിക്കാൻ താങ്ങാൻ പറ്റില്ല. വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ പൂമുട്ടിന് കണ്ണീരോടെ വിട. രണ്ടാമത്തെ കുഞ്ഞിനായി 8.5 മാസം ആറ്റുനോറ്റു കാത്തിരുന്നവർക്ക് കിട്ടിയത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞു ശരീരം. ഒരു ദിവസം മുഴുവൻ ശവപ്പെട്ടിയുമായി സമരം ചെയ്ത് നേടിയ കുഞ്ഞിന്റെ ശരീരം അമ്മ പവിത്രയുടെ കഴക്കൂട്ടത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ബാക്കിയാകുന്നത് ഒരുപാട് ചോദ്യങ്ങൾ. 16-ാം തീയതിയിലെ സ്കാനിങ്ങിൽ കുട്ടിക്ക് നീർക്കെട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. എന്നിട്ടും സാരമില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ വിട്ടു. രാത്രി 11 മണിക്ക് ശേഷമാണ് കുഞ്ഞിന് അനക്കക്കുറവ് തോന്നി അമ്മ പവിത്രയും കുടുംബാംഗങ്ങളും ആശുപത്രിയിലെത്തിയത്. അപ്പോൾ നൽകിയ മറുപടി ഇങ്ങനെ: തമാശ രീതിയിൽ ഇത് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്തിനാ അതിങ്ങനെ പേടിക്കുന്നത്? കുട്ടി രാത്രി ആയതുകൊണ്ട് കുട്ടി ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന കുട്ടി എങ്ങനെയാണ് അനങ്ങുന്നത്? നിങ്ങൾക്ക് ഒരു കുട്ടി നേരത്തെ ഉള്ളതല്ലേ, നിങ്ങൾ പ്രസവിച്ചതല്ലേ, അപ്പം നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ തിരിച്ചു. അപ്പം അന്നേരം എൻ്റെ വൈഫ് ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഈ സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ഇത് കാണിക്കുന്നത് ചിലപ്പോൾ ഞങ്ങൾക്കൊരു അതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു പേടിയുണ്ട്, അതെന്താണെന്നുള്ളത് നോക്കണം. പറഞ്ഞാൽ ഇത് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പം കുട്ടി ഓക്കെയാണ്, അതുപോലെ നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ. നേരത്തെ പവിത്രയുടെ ഗർഭസ്ഥ ശിശു അബോർഷനായ സാഹചര്യവും ഡോക്ടർമാർക്ക് അറിയാമായിരുന്നിട്ടും പരിചരണമോ ശ്രദ്ധയോ നൽകിയില്ല. സ്ഥിരമായി നോക്കിയിരുന്ന ഡോക്ടർ ഫോൺ പോലും എടുത്തില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. വിളിച്ചപ്പോൾ ഈ ഫോൺ എടുത്തില്ല. 2ാം തവണയും ഒന്നും കൂടി വിളിച്ചപ്പോൾ അവർ കോള് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഡ്യൂട്ടി ഡോക്ടറുടെ വാക്കിൽ വിശ്വസിച്ചാണ് അവർ സമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങിയത്. പിറ്റേന്ന് സ്വകാര്യ സ്ഥാപനത്തിൽ സ്കാനിംഗ് നടത്തിയപ്പോഴേക്കും ഉറങ്ങുകയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞ കുഞ്ഞ് എന്നേക്കുമുള്ള ഉറക്കത്തിലേക്ക് പോയിരുന്നു. എന്നിട്ടും തീർന്നില്ല. പത്തോളജിക്കൽ ഓട്ടോപ്സി പൂർത്തിയാക്കി കുഞ്ഞിന്റെ ശരീരം വിട്ടുകൊടുക്കാൻ കുട്ടിയുടെ ബന്ധുക്കളെ 4 ദിവസം നടത്തിച്ചു പോലീസും മെഡിക്കൽ കോളേജ് അധികൃതരും. കുഞ്ഞു ശവപ്പെട്ടിയും മാറോട് അടുക്കിപ്പിടിച്ചിരിക്കുന്ന അച്ഛന്റെ ഹൃദയം തകർക്കുന്ന കാഴ്ച മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെയാണ് സമയമേറെ വേണമെന്ന് പറഞ്ഞ പരിശോധനകളെല്ലാം വേഗത്തിലായത്. പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ. പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ നിയമങ്ങളും എല്ലാം കൂടെയുള്ളവരുടെ കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കും. സാധാരണക്കാരൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം പോകേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ 10-12 തവണയെങ്കിലും ഒരു 500 തവണയെങ്കിലും കയറി ഇറങ്ങിയാലും ആ കാര്യം നടക്കില്ല. പക്ഷെ പിടിപാടുള്ളവർ കയറി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തവണ തന്നെ അത് ചെയ്യും അല്ലേ. പ്രതിഷേധവുമായി കുഞ്ഞൊരു ശവപ്പെട്ടി ആയിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് തീർത്തു കൊടുത്തു. അതിന് മുന്നേ 4 ദിവസത്തോളമായിട്ടും ആ കുഞ്ഞിനെ അവർ കൊടുത്തില്ല. എന്തൊരു ഗതികേടല്ലേ. ജീവനുള്ള കൊച്ചിനെ കൊടുക്കണം. ആ ബ്ലർ ചെയ്തിട്ടാണ് അത് കാണിക്കുന്നത്. പക്ഷെ തലയിലെല്ലാം നിറച്ച് മുടിയുള്ള ജനിച്ച പുറത്തേക്ക് വരുന്ന ഒരു ബേബി എങ്ങനെയാണ് ജീവനോടെ, അതുപോലെ തന്നെ ആ ഉണ്ണി ഒന്ന് അന്നവരോട് ചെന്നപ്പോൾ ഒന്ന് സിസേറിയൻ ചെയ്ത് പുറത്തെടുത്തെങ്കിൽ ആ ഉണ്ണി ജീവനോടെ ഉണ്ടായേനെ. എന്ത് സങ്കടം കാണും. നമ്മൾ കാണുന്നവർക്ക് നമ്മുടെ ആരും അല്ലാണ്ടായിട്ട് നമുക്ക് ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ അവരുടെ ഒരു സങ്കടം എടുത്ത് നോക്കിയേ. ഓൾറെഡി ഈ അബോർഷനൊക്കെ ആയതാണ് മുന്നേ ഗർഭസ്ഥ ശിശു ഒരു തവണ. എന്നിട്ട് ഒന്നും കൂടി അപ്പോൾ കെയർ കൊടുക്കുകയാണ് ഡോക്ടേഴ്സ് വേണ്ടി. അത് അറിഞ്ഞിട്ട് പോലും ഡോക്ടർമാരുടെ സൈഡിൽ നിന്ന് യാതൊരുവിധ പരിഗണനയും ഉണ്ടായിരുന്നില്ല, പരിചരണവും ഉണ്ടായിരുന്നില്ല. കളിയാക്കി അവരെ വിടുക ചെയ്ത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള ഡോക്ടർമാർ, ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ ഇതൊന്നും വിശ്വസിച്ച് സാധാരണക്കാരായ നമ്മളൊക്കെ അവിടെ ചെല്ലുന്നവർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അധികാരികൾ ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് കണ്ണു തുറന്നൊന്ന് കാണുക. ഇത്തരത്തിലുള്ളതൊന്നും ഇനിയും ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടികളാണ് ചെയ്യേണ്ടെങ്കിൽ അത് ചെയ്യുക. ഇത്രേ പറയാനുള്ള ഒന്ന്. താടിയും പൊട്ടും ടോക്സ്. അടുത്ത നല്ലൊരു ടോക്കായിട്ട് കാണാം. ബൈ.